ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു 3-4 വീഡിയോ ഇട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല. ഞാൻ നോക്കുമ്പോഴാണ് 2 വർഷമായി നമ്മളിപ്പം ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. എന്നുവെച്ചാൽ നമുക്കൊന്നും പ്രൊഡക്റ്റ് കിട്ടാനില്ലായിരുന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ചാനൽ ഒരു കുറവായിരുന്നു, റീച്ചൊക്കെ കുറവായിരുന്നു, യൂസ് വളരെ കുറവായിരുന്നു. ആകെ ഒരു വീഡിയോയ്ക്ക് മാത്രം 1.3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചെയ്യണമെന്ന് വെച്ചപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാണ്ടായിപ്പോയി. ഞാൻ ചെറിയ ഇതൊക്കെ ആയിട്ട് പ്രൊഡക്റ്റ് ഇല്ലാണ്ടായിപ്പോയത് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ചാനലിൽ നമ്മൾ 3-4 വീഡിയോ ഇടയ്ക്കിടെ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ ഏതെങ്കിലും ഒരു വീഡിയോ റീച്ച് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെയും വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പം കിട്ടുന്നതൊക്കെ നമുക്ക് നല്ല യൂസുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് എടുത്ത് റിവ്യൂ ചെയ്യാമെന്ന് ഓർത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പപ്പയുടെ ഫോണാണ്, മേടിച്ചിട്ട് ഇപ്പോൾ 2 മാസമായി. അപ്പോൾ ഇന്ന് ഇതിൻ്റെ റിവ്യൂ ആണ്. എനിക്ക് അറിയാവുന്നതൊക്കെ പോലെ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ അറിയത്തില്ല. അപ്പം എൻ്റെ ഫോണിൽ തന്നെ ഓപ്ഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പം ഞാൻ ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് വരുന്നത് ഒരു സാംസങ് ഗാലക്സി M15 5G ആണ്. അപ്പം നല്ലൊരു സെറ്റ് തന്നെയാണ്, പുതിയ മോഡലാണ്. M15 5G ആണ് വരുന്നത്. 4GB റാം, 128 സ്റ്റോറേജ് ഒക്കെ വരുന്ന മോഡലാണ്. 8GB ഈ മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് 4GB റാമാണ്. പിന്നെ വരുന്ന 6000 mAh ബാറ്ററി ഇനി കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടും. ഒറ്റ ചാർജ് ചെയ്താൽ 2 ദിവസം, നോർമൽ യൂസിനാണെങ്കിൽ 2 ദിവസം കിട്ടും. അപ്പോൾ ഇത് കവർ ഇതിൻ്റെ നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഫോൺ വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഗൂഗിളിൻ്റെ പുതിയ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ കയറിയിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ വരച്ച് കൊടുത്താൽ മതി. സെൻറ്ററിൽ നിൽക്കുക, എവിടെയെങ്കിലും വരച്ച് കൊടുക്കുക. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് ഗൂഗിളിലെ മെയിൻ പുതിയ ഫീച്ചേഴ്സൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. ഇപ്പം 2 അപ്ഡേറ്റ് കഴിഞ്ഞു. ഈ ഫോണിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വരുന്നതാണ്. ഒരു ക്യാമറ ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. നിങ്ങൾക്കെല്ലാം നോക്കാവുന്നൊരു ഫോണാണ്. വെച്ചാൽ ആ ഒരു ബഡ്ജറ്റ് ഞാൻ പറയാം. അപ്പം വേറെ സെറ്റാണ്. പിന്നെ നല്ല സ്മൂത്താണ്, സ്പീഡൊക്കെയാണ്, നല്ല സ്പീഡുണ്ട്. ഫിംഗർ പ്രിൻ്റ് സ്പീഡ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ജസ്റ്റ് തൊട്ടാൽ മതി, ഇന്നൊരു സാധനം ഓണായിക്കോളും. ചെറിയൊരു ലാഗുള്ളത് തോന്നുന്നുണ്ട്, പക്ഷെ അത് വിഷയമുള്ള ഒന്നുമല്ല. അത് നമ്മളിതാണ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം സ്പീഡുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ടച്ചൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്താണ്. നമുക്ക് ഉപയോഗിക്കാൻ തന്നെ അറിയാം, നല്ല സ്മൂത്താണ് ഫോൺ. ടെമ്പർ റണ്ണൊക്കെ ഞാൻ കളിച്ച് നോക്കി, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അങ്ങനത്തെ സെറ്റ് കുഴപ്പമൊന്നുമില്ല. 4GB റാമാണ്. നിങ്ങൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പരമാവധി 8GB എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇപ്പോഴത്തേന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് ലാഗ് വരാൻ സമയം കൂടുതലാണ്. അപ്പോൾ 4GB ഒക്കെ വേഗം ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു 3 മാസം ആയുള്ളൂ. 3 മാസത്തെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇത് മേടിച്ചപ്പോൾ നമുക്കായ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 15 15 സംതിങ് ആയി. അപ്പം ഇതിപ്പോൾ ഓൺലൈനിൽ ഞാൻ നോക്കുമ്പോൾ 14, ഒരു 15-ന് താഴെ വാങ്ങാൻ പറ്റുന്ന നിങ്ങൾക്കൊരു നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കാം. പ്ലേ സ്റ്റോർ ആണെങ്കിലും നല്ല സ്പീഡിൽ തന്നെ വരുന്നുണ്ട്. എല്ലാം നമുക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ഉണ്ട്. അപ്പം അപ്ഡേറ്റ് കൊണ്ട് പേടിക്കാനില്ലല്ലോ. പുതിയ ഫോണായതുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ പരമാവധി എല്ലാവരും പൈസ ഉണ്ടെങ്കിൽ ഇത് കൂട്ടണം, നിങ്ങൾക്ക് നോക്കാവുന്നൊരു ഫോൺ തന്നെയാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓപ്ഷൻസ് കുറച്ച് അതിനൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഒരു മൈക്രോഫോൺ കുത്താനുള്ള ഓപ്ഷനുണ്ട്, ഒരു മൈക്കുണ്ട്, പിന്നെ ഒരു Type-C ചാർജിങ് പോർട്ട്, ഒരു സ്പീക്കർ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ സ്പീക്കർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ പവർ ബട്ടൺ, ഇത് പവർ ബട്ടൺ, ഇത് ഓളിയൻ റോക്കേഴ്സ്, അപ്പുറം കുറയ്ക്കലും കൂട്ടലും. പിന്നെ ഇവിടെ സിം ഇടുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. കവർ ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ പരമാവധി ഇനി വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇതിൻ്റെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്, അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ പരമാവധി ഇപ്പോൾ സാധാരണ ഒരു ഫോൺ വാങ്ങുന്നതിന് അറിയാവുന്ന എല്ലാ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പൈസ പുതിയൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓൺലൈനിലാണ് ഇപ്പോൾ ഉള്ളത്. മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് മേടിച്ചിട്ട് 3-3.5 മാസം ആയല്ലോ. ഇപ്പോൾ മത്സരമാണ്, ഒരുപാട് ഫോൺ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലാണ് വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം അങ്ങനെ കുറച്ച് റീച്ച് സബ്സ്ക്രൈബ് ആകട്ടെ എന്ന് ഞാൻ എനിക്ക് സന്തോഷം ഉണ്ടാകും നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.